LDF-നെ ഒറ്റുകൊടുത്ത യൂദാസാണ് PV Anwar എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP-ക്കും കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കോൺട്രാക്ടർമാർ നിർമ്മാണം നടത്തിയ സ്ഥലങ്ങളിലെ ദേശീയപാതയിലാണ് പ്രശ്നമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്ത ആളാണ് ആര്യാടൻ മുഹമ്മദ് എന്നും MV ഗോവിന്ദൻ മീഡിയ വണിനോട് പറഞ്ഞു. ഇടതുമുന്നണിയുടെ ഒരോട്ടും അൻവറിന് കിട്ടില്ല. അൻവർ യൂദാസാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഒരു യൂദാസിന്റെ ഇടപാടാണ് നടത്തിയത്. ഞാൻ അടുത്ത വർഷം ജനത്തിന് മുന്നിൻ്റെ ഒപ്പം നിൽക്കുക, വേറെ ഒരു കാര്യമായിട്ട് കാതലായ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുക. അപ്പോൾ UDF-ന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുക, ഇതാണ് ചെയ്തത്. അങ്ങനെ ഈ യൂദാസിനൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെയാണ് സംഭവിക്കുക. ദേശീയപാതയിലെ തകർച്ച സംബന്ധിച്ച പുതിയ ആരോപണം ഉന്നയിക്കുകയാണ് MV ഗോവിന്ദൻ. കോൺട്രാക്ടർമാരിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കോൺഗ്രസും BJP-യും ആയിരക്കണക്കിന് കോടി വാങ്ങിയിട്ടുണ്ട്. ചെറിയ പണമൊന്നുമല്ല വാങ്ങിയത്. ആ വാങ്ങിയവരിൽ ചിലർ ആണ് കോൺട്രാക്ടർമാരിൽ ചിലർ, എല്ലാവരും അല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കണം. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാക്കുന്ന UDF-ന് MV ഗോവിന്ദന്റെ മറുപടി ഇത്. കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ടാണല്ലോ ആര്യാടൻ മുഹമ്മദിന്റെ ജാഥ. പിന്നെ ഇവരാരോട് പറയാം ഞങ്ങളോടാ വിവാദം ഉണ്ടാക്കാൻ പുറപ്പെടുന്നത്? ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കുകയാണ് LDF ലക്ഷ്യമെന്നും കുടിശ്ശികയുള്ള ഒരു ഗഡു കൂടി ഉടൻ തന്നെ നൽകുമെന്നും MV ഗോവിന്ദൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. UDF രാഷ്ട്രീയം പറയാതെ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലായതുകൊണ്ട് CPM-ന്റെ സകല സംഘടനാ സംവിധാനവും നിലമ്പൂരിൽ ഇറക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് ടീം മീഡിയ 1.